സമാധാനമില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മാവിയാണ് അടുത്തിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ മകളാണ് തൊട്ട് പറയാൻ നിൽക്കുന്നത്. അങ്ങനെ ഇരിക്കെ കണക്കിന് 5 ബുക്കിലുള്ള ഈ കുടുംബം ഇട്ടിരിക്കാൻ ഒരു കസേര പോലുമില്ലാതെ ഇദ്ദേഹം 10 വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിന് രാവിലെ മദ്യപിച്ചില്ലെങ്കിൽ ഹോളോ ബ്രിക്സ് എടുത്ത് വയ്ക്കാൻ ഇവിടെ ഒരുപാട് വീടുകൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരു ഹോളോ ബ്രിക്സ് എടുത്ത് വയ്ക്കണമെങ്കിൽ മദ്യപിക്കാതെ കഴിയത്തില്ലായിരുന്നു. അങ്ങനെ ഭയങ്കരമായ രോഗങ്ങൾ കടിമയായി. അപ്പൊ ഇദ്ദേഹം മദ്യപാനം മാറാൻ വേണ്ടിയല്ല പാങ്ങോട് പഞ്ചായത്തിലെ പള്ളിയിൽ വന്നത്. എന്തിനാണെന്നറിയാമോ? ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ മാതാവിനുണ്ടായതായ പലവിധമായ പൈശാചിക ബുദ്ധിമുട്ടുകൾ അത് പരിഹരിക്കപ്പെടാൻ വേണ്ടി അവർ പള്ളിയിൽ വന്നു. അവർ പ്രാർത്ഥിച്ചു. 3 ദിവസം ധ്യാനമിരുന്നു. ഈ മനുഷ്യനെ അന്ന് വരെ ഭരിച്ചുകൊണ്ടിരുന്ന മദ്യാസക്തിയിൽ നിന്ന് മോചനം കിട്ടി. അവർക്ക് സ്വന്തമായി വീടായി, ഓട്ടോറിക്ഷയായി, ബൈക്കായി. ഇന്ന് ഒത്തിരി ജോലികൾ കിട്ടുന്നു. തന്റെ കീഴിൽ പലരും ജോലി ചെയ്യുന്നു. ഇന്ന് മദ്യം ഉപേക്ഷിച്ച ഈ മനുഷ്യൻ വളരെ സമാധാനപരമായ ജീവിതം നയിക്കുന്നു. ഇങ്ങനെ പറയാനാണെങ്കിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ലഹരിയിൽ. എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ മനുഷ്യൻ സ്വയം നശിക്കുകയും നമ്മുടെ സമൂഹത്തെ മുഴുവൻ മാലിന്യം കൊണ്ട് നശിപ്പിക്കുകയും ചെയ്തതെന്നറിയാമോ? നമ്മുടെ 3 മതഗ്രന്ഥങ്ങൾ പറയുന്നു മനുഷ്യൻ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പാപികളാണ്. ഈ പാപികളായ മനുഷ്യർക്ക് ഒരിക്കലും മോചനമില്ലാത്തൊരു നരകശിക്ഷയുണ്ടെന്ന് 3 മതഗ്രന്ഥങ്ങൾ പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ നരകശിക്ഷയിൽ നിന്നുള്ള മോചനം എവിടെയാണ്? ഇങ്ങനെ പറയുന്നു, ഓം കന്യകായ നമഃ, കന്യകയിലൂടെ ഒരുവൻ വരും. ഓം പഞ്ചകായായ നമഃ, അവൻ 5 മുറിവേൽക്കും. ഓം വൃക്ഷശൂലായ നമഃ, അവനെ വൃക്ഷത്തിൽ തറയ്ക്കും. അത് തന്നെയാണ് ബൈബിൾ പറയുന്നത്. കന്യാമറിയത്തിലൂടെ 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശുക്രിസ്തു പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിൽ കടന്നു വന്നു. ആ എല്ലാ മനുഷ്യന്റെ പാപപരിഹാരത്തിന് വേണ്ടി മനുഷ്യൻ കൈകൊണ്ട് ചെയ്യുന്ന പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആ കൈകളിൽ കാര്യപ്പാട് നിറച്ചു. മനുഷ്യൻ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആ തലയിൽ മുൾക്കിരീടം നിറച്ചു. മനുഷ്യൻ മണ്ണിനും പെണ്ണിനും പൊന്നിനും രാഷ്ട്രീയത്തിനും പോയി നടന്നുപോയി ചെയ്യുന്ന പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആ കാലുകളിൽ കാര്യപ്പാട് നിറച്ചു. മനുഷ്യനെ അലട്ടുന്ന സകലമായ രോഗങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഒരു പാപം ചെയ്യാത്തവന്റെ ശരീരം 39 ചാട്ടാവാറാൽ പിഞ്ചത്തുണി പോലെ തകർക്കപ്പെടാനിടയായിട്ടുണ്ട്. തീർന്നില്ല. സകല മനുഷ്യനും മരിച്ച് അവന്റെ കല്ലറ അടയപ്പെട്ട് കിടക്കുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ഈ യേശുക്രിസ്തുവിലൂടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ സമാധാനം കൈവരിക്കുന്നു. യേശുക്രിസ്തുവിലൂടെ സൗജന്യമായി ലഭിക്കുന്ന 3 അനുഗ്രഹീതമായ സൗഭാഗ്യങ്ങൾ. കർത്താവായ യേശുക്രിസ്തുവിലൂടെ സൗജന്യമായി ലഭിക്കുന്ന, കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രം സൗജന്യമായി ലഭിക്കുന്ന അനുഗ്രഹീത 3 സൗഭാഗ്യങ്ങൾ. 1 പാപമോചനം, 2 സമാധാനം, 3 സ്വർഗരാജ്യം. ഇത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്നത്. കാരണം യേശുക്രിസ്തു മാത്രമാണ് മനുഷ്യന്റെ പാപപരിഹാരത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നത്. ഈ യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന സമാധാനവും പാപമോചനവും സമാധാനവും സ്വർഗരാജ്യം പ്രാപിപ്പാൻ ഈ സമൂഹത്തിലെ എല്ലാ നല്ലവരായ മനുഷ്യരെ സർവേശ്വരനായ ദൈവം